Okay, today we have the topic the chain rule. Okay, അപ്പോൾ ചെയിൻ റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർഷ്യൽ ഡെറിവേഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ റൂൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ദ ചെയിൻ റൂൾ വൺ ഫോർ ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ. ചെയിൻ റൂൾ വൺ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിളിനാണ് ചെയിൻ റൂൾ വൺ നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ലെറ്റ് w equal to f of x be a differentiable function of x and x is equal to phi of t be a differentiable function of t. Then w is a differentiable composite function of t and the derivative dw by dt could be calculating using the chain rule 1 is given by dw by dt equal to dw by dx into dx by dt ആണ് വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു വേരിയബിളിൻ്റെ ഫംഗ്ഷൻ, ടി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഒരു ഫംഗ്ഷനാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് നമുക്ക് എന്ത് ചെയ്യണം, ടി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയിൻ റൂൾ വൺ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. കാരണം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ടേമിലുള്ള ഫംഗ്ഷനാണ്, എക്സ് എന്ന് പറഞ്ഞാൽ ടിയുടെ ടേമിലുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. Find dw by dt when w equal to cos h inverse of x where x is equal to t square. അല്ലേ, w എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷനാണ്, എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ തന്നിട്ടുണ്ട്. ഹിയർ w equal to f of x and x is equal to phi of t നമ്മൾ ചൂസ് ചെയ്യാം. Then applying chain rule 1, then we get dw by dt എന്ന് പറഞ്ഞാൽ എന്താണ്, dw by dx into dx by dt ആണ്. സോ ഇവിടുത്തെ w എന്ന് പറഞ്ഞാൽ എത്രയാണ്, കോസ് എച്ച് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. കോസ് എച്ച് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ 1/√x സ്ക്വയർ മൈനസ് 1 ആണ്. ഓക്കെ, ദെൻ ടി സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യൽ എടുത്ത് എന്ത് വരും, 2t വരും. ദാറ്റ് ഈസ് 2t ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 വരും. സോറി, ടി റേസ് ടു 4 മൈനസ് 1, കാരണം എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്. ദെൻ എക്സ് സ്ക്വയർ ആകുമ്പോൾ ടി റേസ് ടു 4. സോ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു വരും 2t ബൈ റൂട്ട് ഓഫ് ടി റേസ് ടു 4 മൈനസ് 1 കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്, ദറ്റ് ഈസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. സപ്പോസ് w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്, ടു വേരിയബിൾ ഫംഗ്ഷൻ ആണ് w, വേർ എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു സൈ ഓഫ് ടി ആണ്. അപ്പോൾ എക്സും വൈയും എന്താണ്, ടി വേരിയബിളിലൊരു ഫങ്ഷൻസ് ആണ് വരുന്നത്. ഹിയർ w ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, വേർ എക്സ് ആൻഡ് വൈ ആർ themselves എ ഫങ്ഷൻസ് ഓഫ് അനദർ വേരിയബിൾ ടി. Then the above functions are said to be or are defined w as a composite function of t. Okay, w നമുക്ക് composite function of t ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. That is for example നോക്കാം. Example, the system of equation w equal to x y square plus x square y, x is equal to a t square, y equal to t, define w a composite function of t. കാരണം w എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വൈ ടേംസിലുള്ള ഫംഗ്ഷനാണ്, പക്ഷേ എക്സും വൈ എന്താണ് ടിയുടെ ടേംസിലുള്ളൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് ചെയിൻ റൂൾ 2 ഫോർ ഫങ്ഷൻസ് ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് വരുന്നതാണ് ചെയിൻ റൂൾ 2 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഈസ് ചെയിൻ റൂൾ 2 തിയറം. ചെയിൻ റൂൾ ഫോർ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ. If w equal to f of xy is differentiable and x is equal to phi of t and y equal to psi of t are differentiable, then w is differentiable function of t and dw by dt എന്ന് പറഞ്ഞാൽ എന്ത് വരിക, ഡോ w by ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ w by ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ശ്രദ്ധിക്കണം, y എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും ടേംസിലുള്ള ഫംഗ്ഷനാണ്, പക്ഷേ എക്സും വൈ എന്താണ് ടിയുടെ ടി വേരിയബിളിലൊരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡോ w by ഡോ w by ഡോ എക്സ് ആണ് എന്താണ്, പാർഷ്യൽ ഡെറിവേഷൻ ഓഫ് w വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ w by ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അപ്പോൾ പാർഷ്യൽ ഡെറിവേഷനും നമ്മുടെ സാധാ ഡെറിവേഷനും ഒപ്പം വരുന്നൊരു ഫംഗ്ഷനാണ് ഇതെന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഡോ w by ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ w by ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി വരും. ഓക്കെ, ദെൻ ട്രീ ഡയഗ്രാം റെപ്രസെൻറ്റിങ് ചെയിൻ റൂൾ 2. നമുക്കൊരു ഡയഗ്രമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൂൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്നവരാണ് ട്രീ ഡയഗ്രാം. To find dw by dt, start at w and read down each root to t, multiplying derivative along the way, then add the products. That is നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, w നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, റൂട്ട് ടു ടിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഡോ w by ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ w by ഡോ വൈ ഇൻറ്റു
dy by dt. അത് തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് dw by dt equal dou w by dou x into dx by dt plus dou w by dou y into dy by dt. അപ്പോൾ ഇതാണ് ട്രീ ഡയഗ്രാം ഫോർ ചെയിൻ റൂൾ 2. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് dw by dt using chain rule 2 when w equal to xy, where x is equal to cos t and y equal to sin t. What is the derivative value at t equal to pi by 4? ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ടി പൈ ബൈ 4 ആകുമ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ഡബ്ല്യു എക്സ് വൈ തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു കോസ്റ്റിയും വൈ ഈക്വൽ ടു സൈൻ ആണ്. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെ ടേംസിലുള്ള ഫംഗ്ഷനാണ്. എക്സും വൈ എന്ന് പറഞ്ഞാൽ ടിയുടെ വേരിയബിളിലെ ഫംഗ്ഷനാണ്. ഓക്കെ, ബൈ ചെയിൻ റൂൾ 2 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ആണ്. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ഡോ ഡബ്ല്യു ബൈ ഡോ വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? വൈ വരും. ഇപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താണ്? വൈ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. സോ എക്സ് ഇൻറ്റു വൈനെ നമ്മൾ ഡെറിവേഷൻ വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ വൈ വരും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ എക്സ് വരും. ദെൻ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു വരും മൈനസ് സൈൻ ടി വരും. ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു കോസ്റ്റ്. നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് ഡി ഡബ്ല്യു ഡി ടി ഈക്വൽ ടു y ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് എക്സ് ഇൻറ്റു കോസ് ടി, വേർ വൈ എന്ന് പറഞ്ഞാൽ സൈൻ ടി ആണ്. സോ എക്സിന് വൈക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സൈൻ ടി മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി, ദാറ്റ് ഈസ് മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി എന്നതാണ് കോസ് 2t ഇക്വേഷൻ ആണ്. സോ അറ്റ് ടി ഈക്വൽ ടു പൈ ബൈ 4 നമുക്ക് എന്താണ്? ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് കോസ് 2t ആണ് അല്ലേ. ടിക്ക് പകരം നമ്മൾ പൈ ബൈ 4 എടുക്കുമ്പോൾ 2 ഇൻറ്റു പൈ ബൈ 4 ദാറ്റ്സ് ഈക്വൽ ടു കോസ് പൈ ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 0 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ചെയിൻ റൂൾ 3 ഫോർ ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾ. 3 വേരിയബിൾ ആകുമ്പോൾ എങ്ങനെ നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ചെയിൻ റൂൾ 3 ആണ് നെക്സ്റ്റ്. ദാറ്റ് ഈസ് ഇഫ് w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെറ്റ്, if is differentiable and x, y and z are differentiable function of t, then w is differentiable function of t. ആൻഡ് നമുക്കറിയാം w എന്ന് പറഞ്ഞാൽ ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അതിലുള്ള വേരിയബിൾസ് ആയിട്ടുള്ള എക്സും വൈയും സെറ്റ് എന്നാണ് വേറൊരു വേരിയബിൾ ആയിട്ട് ടിയുടെ വേരിയബിളിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതെന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. എക്സും വൈയും സെറ്റ് എന്താണ്? ടി വേരിയബിൾ ഡിഫറൻഷ്യബിൾ. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു എന്താണ്? ടി വേരിയബിൾ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. ഇതിന് നമുക്ക് ട്രീ ഡയഗ്രാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ എടുത്ത പോലെ തന്നെ ഫിഗർ മാറ്റണ്ട്. ഓക്കെ, സെൻറ്ററിൽ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ നോക്കുന്നത് ഡബ്ല്യൂന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ടിയിലേക്ക് പോകണം. ദെൻ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ ആഡ് ചെയ്യുക, അങ്ങനെ പോകുന്നത് പോകാം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഇവിടെ ശ്രദ്ധിക്കണം, ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ വരും. ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. Find dw by dt if w equal to dxy plus z, where x is equal to cos t, y equal to sin t and z equal to t, and we want to find the derivatives values at t equal to pi by 2. Okay, by chain rule 3 വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? dw by dt കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. dw by dt equal to dou w by dou x into dx by dt plus dou w by dou y into dy by dt plus dou w by dou z into dz by dt. നമുക്ക് പാർഷ്യൽ ഡെറിവേഷൻ അറിയാവുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഡബ്ല്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും സെഡും നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുക്കുക. ദെൻ ഡി എക്സ് ബൈ ഡി ടി കണ്ടെടുക്കുക, ഡി വൈ ബൈ ഡി ടി കണ്ടെടുക്കുക, ഡി സെഡ് ബൈ ഡി ടി കണ്ടെടുക്കുക, നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് വൈ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് എക്സ് ഇൻറ്റു കോസ് ടി പ്ലസ് 1 ഇൻറ്റു 1. ദാറ്റ് ഈസ് വൈയും എക്സും വൈയും സെറ്റ് നമുക്ക് അറിയാവുന്നതാണ്, തന്നിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി ഇൻറ്റു കോസ് ടി പ്ലസ് 1, ദാറ്റ് ഈസ് മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് 1 വരും. That's equal to 1 plus cos 2t. We want to find the dw by dt at t equal to pi by 2. That is dw by dt at t equal to pi by 2 equal to 1 plus cos 2 pi by 2. That is 1 plus cos pi. Cos pi equal to minus 1 and that is 1 minus 1 equal to 0 വരും. Okay. The next chain rule for 2 independent variables and 3 intermediate variables. 2 independent variable പോലെ 3 intermediate variables in the case chain rule എങ്ങനെ വരിക? That is chain rule 4. Suppose that w equal to f of x, y, z ആണ്. x is equal to g of rs and y equal to h of rs and z equal to k of rs. If all 4 functions are differentiable, then w has partial derivative with respect to r and s is given by the formula dou w by dou r equal to dou w by dou x into dou x by dou r plus dou w by dou y into dou y by dou r plus dou w by dou z into dou z by dou r.
ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് എന്ത് വരും? സിമിലർലി നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം എക്സിലോടത്തൊക്കെ എന്താക്കി എസ്സിലോടത്തൊക്കെ എന്താക്കി മാറ്റുക, ആറാക്കി മാറ്റുക. ദാറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എസ്. ഇവിടെ പ്രത്യേകം എന്താണ്, ഇവിടെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡിൻ്റെ വേരിയബിളിലെ ഫംഗ്ഷൻ. പക്ഷേ എക്സും വൈയും സെഡ് എന്താണ്, വേറെ 2 വേരിയബിൾസിലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിലുള്ള വേറെ ഫംഗ്ഷൻസ് ആണ്. സോ നമ്മൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേഷനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസും. അതിൻ്റെയും ടി ഡയഗ്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2 ഡയഗ്രംസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ എടുത്ത പോലെ എക്സ് വൈ സെഡ് നമ്മളിവിടെ എടുക്കേണ്ടത് ആറും എസും നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ആർ. അതൊരു ഇക്വേഷനാണ്. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ വെച്ചിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ എക്സ് ഉള്ളത് ആറാക്കി മാറ്റണേ. ഓക്കെ, ഫിഗറിൽ ചെറിയൊരു കറക്ഷൻ വെക്കുക, ഇവിടെ എസ് ഉള്ളത് ആറാക്കി മാറ്റുക. ദെൻ സെക്കൻഡിൽ നമ്മൾ ഡബ്ല്യു എക്സ് വൈ സെഡ് അതുപോലെ എസ് ആണ് എടുക്കുന്നത്, ഇവിടെ ആറാക്കി മാറ്റണേ. ദെൻ നമ്മൾ ഫിഗർ നമുക്ക് കിട്ടും ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എസ്. ഓക്കെ, രണ്ട് ഇക്വേഷൻ നമുക്ക് ട്രീ ഡയഗ്രായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസ് നമുക്ക് കണ്ടുപിടിക്കാം ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എസ്. ഡബ്ല്യു ഈക്വൽ ടു എക്സ് പ്ലസ് 2y പ്ലസ് സെഡ് സ്ക്വയർ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ആർ ബൈ എസ്, വൈ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് 7s ആൻഡ് സെഡ് ഈക്വൽ ടു 2r തന്നിട്ട് നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസും കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എസ്. ഓക്കെ, ചെയിൻ റൂൾ 4 വെച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ആർ. നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇവിടെ എക്സ് പ്ലസ് 2y പ്ലസ് സെഡ് സ്ക്വയർ ആണ് ഡബ്ല്യു. പക്ഷേ എക്സും വൈയും സെഡ് എന്താണ്, ആറിൻ്റെയും എസിൻ്റെ ടേംസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയിൻ റൂൾ 4 യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്, പാർഷ്യൽ ഡെറിവേഷൻ അറിയാവുന്നതാണ്. നേരെ കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1 into 1 by s plus 2 into 2r plus 2z into 2. Then calculate ചെയ്യുമ്പോൾ we get 1 by s plus 12r എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് നേരത്തെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എസ് വരും. ദാറ്റ് ഈസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 into മൈനസ് ആർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 into 1 by s പ്ലസ് 2z into 0. ദാറ്റ് ഈസ് 2 by s മൈനസ് ആർ ബൈ എസ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദെൻ ചെയിൻ റൂൾ 4 ഒരു കൊറോളറി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ചെയിൻ റൂൾ 4 കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ്. സപ്പോസ് w ഈക്വൽ ടു f of xy possesses continuous first order partial derivative with respect to x and y, and let x is equal to phi of rs and y equal to psi of rs possesses continuous first order partial derivative. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഈക്വൽ ടു എന്തുവരും, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ. ഇവിടെ നമ്മൾ ഡബ്ല്യു പറഞ്ഞാൽ എക്സിൻ്റെയും രണ്ട് വേരിയബിൾസ് എക്സ് വൈ ആണ്. പക്ഷെ അവിടുത്തെ എക്സും വൈ എന്താണ്, വേറെ ആറിൻ്റെ എസിൻ്റെ ടേംസ് ആയതുകൊണ്ട് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവിടെ ചെയിൻ റൂൾ 4 ഒരു കൊളോറഡേറ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് അതുപോലെ നമുക്ക് എടുക്കാൻ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ എസ് ബൈ ഡോ എസ്. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ എക്സും വൈയും എടുത്താൽ മതി, സെഡ് ആവശ്യമില്ല. ഓക്കെ, കാരണം 2 വേരിയബിൾസ് ആയത് നമുക്ക് ട്രീ ഡയഗ്രായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ഫിഗർ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ്. ഓക്കെ, അത് വെച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് or express dou w by dou r and dou w by dou s in terms of r and s if w equal to x square plus y square and x is equal to r minus s and y equal to r plus s ആണ്. ഓക്കെ, കൊറോളറി 4 നമ്മൾ ചെയിൻ റൂൾ 4ന്റെ കൊറോളറി യൂസ് ചെയ്തിട്ട് കൊറോളറി പറയേണ്ട ആവശ്യം നമുക്ക് സെഡ് ഇല്ലാത്തതുകൊണ്ട് ആ സെഡ് 0 ആയിട്ട് പോകും, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഈക്വൽ ടു എന്തുവരും, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ. ദാറ്റ്സ് ഈക്വൽ ടു തരും 2x into 1 plus 2y into 1. ദാറ്റ് ഈസ് 2x plus 2y. വൈയും എക്സും വൈ നമുക്കറിയാവുന്നതാണ്, ആർ മൈനസ് എസും ആർ പ്ലസ് എസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ദെൻ വി ഗെറ്റ് 4r എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ വി ഗെറ്റ് 4s കിട്ടും. എങ്ങനെ കിട്ടുക, 2x മൈനസ് 1 പ്ലസ് 2y ഇൻറ്റു 1. എക്സും വൈ നമുക്കറിയാവുന്നതാണ്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 2 ഇൻറ്റു ആർ മൈനസ് എസ് പ്ലസ് 2 ഇൻറ്റു ആർ പ്ലസ് എസ്, ദെൻ സോൾവ് ചെയ്യുക, ദെൻ വി ഗെറ്റ് 4s കിട്ടും.
ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു കൊറോളറിയും കൂടി വരുന്നുണ്ട് ചെയിൻ റൂൾ 4-ന്. That is, suppose W equal to f of x possesses continuous first order derivative with respect to x and let x is equal to phi of rs. Then dou w by dou r equal to എന്തിരും dw by dx into dou x by dou r and dou w by dou s is equal to dw by ds into dou x by dou s വരും. Where dw by ds is the ordinary or single variable derivative ആണ്. ഓക്കെ. അതിൻ്റെ ടി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുണ്ടായിരിക്കുക ഡബ്ല്യു എക്സ് ആർ എസ്. കാരണം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് ടേംസിലുള്ള ഫംഗ്ഷനാണ്, ഒരു ഫംഗ്ഷൻ ആയിട്ട് വരും. പക്ഷേ എക്സ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ എസിൻ്റെ ടേംസിലാണ്. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് വരും. ഓക്കെ. രണ്ട് സംഭവത്തിലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. പ്ലസ് അല്ല, രണ്ടും വേറെ വേറെ ആയിട്ട് ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസും. ഓക്കെ. Then show that any differentiable function of the form w equal to f of x where x is equal to r plus as is a solution of the partial equation a into dou w by dou r minus dou w by dou s is equal to 0. a is a non-zero constant നമുക്ക് കാണിക്കാം. ഓക്കെ. ഇവിടെ w and f of x ആണ്, പക്ഷേ x എന്ന് പറഞ്ഞാൽ r ൻ്റെ s ൻ്റെ ടേംസിലാണ്. യൂസിങ് ചെയിൻ റൂൾ യൂസ് ചെയ്ത് നമുക്ക് dou w by dou r equal to കിട്ടും dw by dx into dou x by dou r. That's equal to dou x by dou r എന്ത് വരും dw by dx വരും, സിൻസ് dou x by dou r equal to 1 ആയതുകൊണ്ട്. ഓക്കെ. ദെൻ dou w by dou s is equal to എന്ത് വരും dw by dx into dou x by dou s, that is a into dw by dx, since dou x by dou s is equal to a ആയതുകൊണ്ട്. Hence a into dou w by dou r minus dou w by dou s is equal to എന്ത് വരും a into dw by dx minus a into dw by dx. രണ്ടും എന്താണ് സെയിം ആയതുകൊണ്ട് ഈക്വൽ ടു 0. Showing that w is a solution of the partial differential equation a into dou w by dou r minus dou w by dou s is equal to 0. Then next last chain rule ആണ് chain rule 5 for functions of many variable. നമ്മൾ 1 variable 2 variable 3 variable ഒക്കെ പറഞ്ഞു. ഇനി many variables വരെ, that is w equal to f of x y z etc. ആ രൂപത്തിൽ അങ്ങനെ പോവാം. In etc. v is a differentiable function of the infinite number of variables x, y, w, etc. v, and the x, y, etc. v are differentiable function of finite number of variables p, q, etc. t. Then w is a differentiable function of the variable p through t, and the partial derivative of w with respect to those variables that are given by the equation of the form dou w by dou p equal to dou w by dou x into dou x by p plus dou w by dou y into dou y by dou p plus etc. dou w by dou v into dou v by dou p. The other equations are obtained by replacing p by q etc. t 1 at a time. ഓക്കെ. അപ്പോൾ നമ്മൾ 3 വേരിയബിൾ ആകുമ്പോൾ എടുത്ത പോലെ നമ്മൾ 4 വേരിയബിൾ ആകുമ്പോൾ എടുക്കാൻ പറ്റും, 5 വേരിയബിൾ ആകുമ്പോൾ എടുക്കാൻ പറ്റും, മാറ്റി കൊടുത്താൽ മതി. ഓക്കെ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് v equal to f of x by z y by z, show that x dou v by dou x plus y dou v by dou y plus z dou v by dou z equal to 0 നമുക്ക് കാണിക്കാം. Given v equal to f of x by z y by z, let s is equal to x by z, t equal to y by z നമ്മൾ ചൂസ് ചെയ്യുക. Then the given function become v equal to f of s t ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. It's a composite function of two variable s t, where s is a function of x and z is a function of t is a function of where s is a function of x and z and t is a function of y and z ആണ്. Then applying chain rule 5 നമ്മൾ യൂസ് ചെയ്യുക, that is dou v by dou x is equal to എന്ത് ചെയ്യാൻ പറ്റും dou v by dou s into dou s by dou x plus dou v by dou t into dou t by dou x. So നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക dou v by dou s into 1 by z plus dou v by dou t into 0, that is 1 by z into dou v by dou s വരും. അതുപോലെ dou v by dou y എന്ത് വരും dou v by dou s into dou s by dou y plus dou v by dou t into dou t by dou y. നേരെ കാൽക്കുലേറ്റ് ചെയ്യുക, that is dou v by dou s into 0 plus dou v by dou t into 1 by z, that is 1 by z into dou v by dou t വരും. And dou v by dou s is equal to dou z is equal to എന്ത് വരും dou v by dou s into dou s by dou s z plus dou v by dou t into dou t by dou z നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then we get dou v by dou s into minus x by z square plus dou v by dou t into minus y by z square നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore x into dou v by dou x plus y into dou v by dou y plus z into dou v by dou z ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ dou v by dou x ഉം dou v by dou y ഉം dou v by dou z നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട്. then we get x by z dou v by dou s plus y by z dou v by dou t plus dou v by dou s minus x by z plus dou v by dou t minus y by z. സോ ഇത് രണ്ടുമായി ഇതും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും, ഇതും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. സോ മൊത്തത്തിൽ ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ചെയിൻ റൂൾ 1 2 3 4 5 ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൊറോളറി ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.